നമ്മൾ ഓരോരുത്തരും എത്ര കഥകളാണല്ലേ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിൽ. അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ പെരുമാറി, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു, എന്നാലും എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ? എന്നിട്ട് ഈ വിഷമങ്ങളെങ്ങാനും അവരറിയുന്നുണ്ടോ? പലപ്പോഴും ഉണ്ടാവില്ല. നമ്മളുടെ മനസ്സിൽ തന്നെ ഇതിങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഒട്ടും മോശക്കാരല്ല കേട്ടോ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കരുതി കൂട്ടി, അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും അറിയാതെ എന്തൊക്കെ ചിന്തകൾ നമ്മൾ ചിന്തിച്ചു, എന്തൊക്കെ പ്രവൃത്തികൾ നമ്മൾ പ്രവർത്തിച്ചു, എന്തൊക്കെ വാക്കുകൾ നമ്മളുടെ ഈ വായ വിട്ടുപോയി. ഇതെല്ലാം ഹിംസയുടെ ഭാഗമാണ്. അടിക്കലും തൊഴിക്കലും മാത്രമല്ല. അഹിംസ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് യമ എന്ന് നമ്മൾ കണ്ടു. ബിക്കോസ് നമ്മളുടെ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ മൈൻഡിലേക്കുള്ള ഒരു വഴിയാണ്. ആ ക്ലിയർ മൈൻഡിലേക്ക് എത്താൻ ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞ് കുറേ കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ അത് ക്ലിയർ ആവുക? കല്ലിനെ പോലെയാണ് ഈ ഹിംസാത്മകമായ തോട്ട്സ് ആയാലും ഐഡിയാസ് ആയാലും ഫീലിങ്സ് ആയാലും ഒക്കെ. നമ്മളുടെ മനസ്സിലുള്ള ദേഷ്യം, സങ്കടം, അസൂയ, കുശുമ്പ്, ഇതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിലെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ ട്രൈ ചെയ്യും ഓഫൺ, അല്ലേ? പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ പറയും എൻ്റെ നേച്ചർ ഇതൊക്കെയാണ്, എൻ്റെ പ്രകൃതി ഇതൊക്കെയാണെന്ന്. സോ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ മഹർഷി പതഞ്ജലി തരുന്ന അതിനെ സംസ്കാരാസ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലല്ല പലപ്പോഴും ഈ ടേപ്പ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ആ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം അത്രയും ഡീപ്പായിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ഓട്ടോമാറ്റിക് റിയാക്ഷൻസ് ആണെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് അതിലൊരു കൺട്രോളും ഇല്ല. അതായത് സങ്കടം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, കുറേ ഒച്ചയെടുക്കുന്നു, സാധനങ്ങൾ തള്ളിയെറിയുന്നു. സോ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയി നടക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. സോ ദാറ്റ് ഈസ് ബിക്കോസ് അത് അത്രയും ഡീപ്ലി ഇൻഗ്രെയിൻഡ് ആണ്. സോ ആർ വി പവർലെസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം? ഒരിക്കലും അല്ല. മഹർഷി പതഞ്ജലിയിൽ നമുക്കൊരു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങടേക്ക് വരുന്ന ട്രിഗറും, അതായത് നമ്മളെ സ്റ്റിമുലസ് പറയും. അതായത് നമ്മളെ എന്താണോ ദേഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമ്മളെ ഒറ്റയടിക്ക് സങ്കടത്തിലെത്തിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ട്രിഗറും പിന്നെ റിയാക്ഷനും, ഓട്ടോമാറ്റിക് റിയാക്ഷനും, ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു പോസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ യോഗ പരിശീലിക്കുന്ന ഒരാൾക്ക് ആ ഗ്യാപ്പിനെ കൂടുതൽ നന്നായി ഷാർപ്പായി പിടിക്കാനും പറ്റും. ആ ഗ്യാപ്പിനെ ഇങ്ങനെ വളർത്തിയെടുത്ത് അതൊരു ബിഗ് പോസ് ആക്കാൻ പറ്റും. ആ പോസിൻ്റെ സമയത്ത് നമുക്ക് നമ്മളുടെ ബോഡീനെ പ്രാണായാമം കൊണ്ട് റെഗുലേറ്റ് ചെയ്ത് പിന്നീട് നമ്മളുടെ ആലോചന കണ്ടും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് വി വിൽ നോട്ട് റിഗ്രറ്റ് ലേറ്റർ.